ഹലോ ബഡീസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ ഹണ്ടർ സീസൺ 1 എപ്പിസോഡ് 8 ആണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ പോയ എപ്പിസോഡിൽ ഒരു ചെറിയൊരു ക്വിക്ക് റീക്യാപ്പ് തരാം. അപ്പോൾ ഗോള് നമ്മുടെ നെറ്റൂരുടെ വലത് കൈ യൂസ് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഗോൾ ഇനിയും കൂടെ നെറ്റൂരെ ഫൈറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ മരിച്ചു പോകുമെന്ന് അറിയുമ്പോൾ നമ്മുടെ നെറ്റൂര നൈസായിട്ട് നെറ്റൂരുടെ വലത് കൈ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ജയിച്ചെന്നും പറഞ്ഞ് ഗോന്ന് അവിടെ ആഹ്ലാദിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ കിടന്നുറങ്ങുക, അത്രയും ക്ഷീണിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുന്നത്. അതോടെ നമ്മുടെ പോയ എപ്പിസോഡ് കഴിയുക. അപ്പോൾ ഇപ്പോഴുള്ള എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ അടുത്ത ദിവസം രാവിലെ കാണിക്കുക. പൈലറ്റ് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട് വൈകി എത്തിയതിൽ. ആ സമയത്തും നമ്മുടെ ഗോണ് നല്ല പോലെ ഉറങ്ങുന്നതാണ്. അവൻ ഞെട്ടി വരുമ്പോൾ അവനൊരു വിചിത്രമായ സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. ആ സ്ഥലത്താണ് ഈ പരീക്ഷയുടെ 3ാം ഘട്ടം നടക്കാൻ പോകുന്ന സ്ഥലം. ഇത് കണ്ട ഉടനെ ഗോൾ വാവ്, ഇവിടെയാണ് നമ്മുടെ പരീക്ഷ നടക്കാൻ പോകുന്നത്. ഗോൾ വളരെ അത്ഭുതപ്പെടുകയാണ്. അവന്റെ മുന്നിൽ അല്ലെങ്കിൽ അപ്ലിക്കൻസിന് മുന്നിൽ വലിയൊരു ദ്വീപ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഉയർന്ന ഗോപുരം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ബീന് പോയ എപ്പിസോഡിൽ നമ്മുടെ നെറ്റൊരു ഇൻട്രൊഡ്യൂസ് ചെയ്ത ബീൻ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി ഈ ട്രിക് ടവറിലാണ് നിങ്ങളുടെ 3ാം ഘട്ടം എക്സാം നടക്കാൻ പോകുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുമെന്നും പറഞ്ഞ് ഈ അപ്ലിക്കൻസ് ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ബീൻ പറയുന്നുണ്ട്, ഈ ട്രിക് ടവറിന് തന്നെയാണ് നിങ്ങളുടെ എക്സാം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു പോവുക. അവിടെ കുറേ പേര് ചിപ്സ് കഴിക്കുന്നതും കാണാം, അതേപോലെ ക്യാമറയിൽ തുടിച്ചു നോക്കുന്ന കുറേ പേരും കാണാം. ഇവരൊക്കെ ഇവരെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ബിഗ് ബോസ് വീട്ടിലെ പോലെ കുറേ ക്യാമറയൊക്കെ വെച്ചിട്ടുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. ഇവരൊക്കെയാണ് ഈ അപ്ലിക്കൻസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതും എല്ലാം നിരീക്ഷിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറൻസ് പറയുന്നുണ്ട് എല്ലാവരും നല്ലപോലെ ജോലി ചെയ്യുമെന്നും പറഞ്ഞു ഈ ഓപ്പറൻസ് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ 72 മണിക്കൂറിനുള്ളിൽ ഈ ട്രിക് ടവറിന് താഴേക്ക് എത്തണം. ഇതൊക്കെ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായി ചെയ്തു തരാമെന്നും പറഞ്ഞ് ഈ മല ഇതൊക്കെ കയറുന്നതിൽ വളരെ വിദഗ്ധനായിട്ടുള്ള ഒരാൾ വന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നത്. പക്ഷെ പെട്ടെന്ന് വലിയ ഡ്രാഗണുകൾ ആകാശത്തോടെ പറന്നു വരികയാണ്. അയ്യോ, ഇതെന്ത് ഗെയിം ഓഫ് ത്രോൺസിന് സെറ്റാണോ എന്ന് പറഞ്ഞ് ഒരാൾ അലർന്നുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു ഡ്രാഗൺ വന്ന് അവനെ ഹാംബർഗർ തിന്നണ പോലെ ആ ഇറങ്ങുന്നവനെ തിന്നിട്ട് പോവുക. അപ്പോൾ ഇതൊക്കെ കണ്ടതോടുകൂടി അപ്പം നമുക്ക് ഈ വഴിയിലൂടെ പോകാൻ പറ്റില്ലെന്ന് മനസ്സിലായെന്ന് ലിയോറിയോ പറയുന്നുണ്ട്. അപ്പം നമുക്ക് വേറൊരു വഴിയിലൂടെ പോവാം. എന്നിട്ട് ഇങ്ങനെ ഇവർ ഈ താഴെയും കുറേ സ്ഥലത്ത് തിങ്ങി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ വഴിയുണ്ടോയെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലിയോറിയോ പറയുന്നത്, എനിക്ക് തോന്നുന്നു പകുതി പേരും എവിടെയോ രക്ഷപ്പെട്ടു പോയി എന്നാണ്. കാരണം നമ്മൾ ഉണ്ടായതിനേക്കാളും ഇപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് നമ്മുടെ ലിയോറിയോ നിരീക്ഷിച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കുറേ നേരം സെർച്ച് ചെയ്തിട്ട് അവർ 4 വ്യത്യസ്തമായിട്ടുള്ള വഴികൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ഇതൊരു ഭാഗ്യ പരീക്ഷണമാണ്, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നും പറഞ്ഞ് കുറാപ്പിക്ക പറയാം. എന്നിട്ട് ഈ 4 പേരും 1, 2, 3 ഒരുമിച്ച് ചാടുമെന്ന് പറഞ്ഞു. അവർ ഒരുമിച്ച് ചാടുക. അപ്പോൾ അങ്ങനെ ചാടുമ്പോൾ അവരെല്ലാവരും ഒരേ മുറിയിലാണ് എത്തിച്ചേരുന്നത്. ഓ, ഇതെന്താ നമ്മളെല്ലാവരും ഒരേ മുറിയിലാണല്ലോ എത്തിച്ചേരുന്നത്, ഇത് നമ്മൾ പ്രതീക്ഷിച്ചു പോലും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ കുറാപ്പിക്ക അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെ അവർ റൂമിലെത്തിയപ്പോൾ അവിടെ 5 വാച്ചുകളും ഒരു നോട്ടീസ് ബോർഡും കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ 5 പേർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കളി കളിക്കാൻ പറ്റുള്ളൂ എന്ന് ആ നോട്ടീസ് ബോർഡിലും എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതി വായിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു സ്പീക്കറിൽ നിന്നൊരു ശബ്ദം കേൾക്കുക, ഞാനാണ് ഈ ജയിലിൻ്റെ വാർഡൻ. അയാൾ പറയാം. അപ്പോൾ ജയിലോ എല്ലാവരും ഞെട്ടുക, ജയിലോ എന്ന് പറഞ്ഞിങ്ങനെ ഞെട്ടുക. കാരണം ആ ഒരു മുറിയിലാണല്ലോ ഇവർ എത്തിച്ചേർന്നത്. ഓക്കെ, അതെ, ഇതൊരു തരത്തിൽ ജയിൽ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കുറഞ്ഞത് 5 പേരെങ്കിലും ഒന്നിച്ച് വരണം. ഒരു റൂമിൽ 5 പേരെങ്കിലും വരണമെന്ന് നമ്മുടെ വാർഡൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 2 മണിക്കൂർ കഴിഞ്ഞു, എന്നിട്ടും ഒരു അനക്കൂല്ല. ഗോൾ സ്കേറ്റിംഗ് ബോളിൽ ട്രിക്കുകൾ പരീക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിലുവയാണെങ്കിൽ മത്സ്യങ്ങളെ പിടിക്കാൻ ശ്രമിച്ചു നോക്കുക, പക്ഷെ മുറിയിൽ വെള്ളമില്ലല്ലോ. പെട്ടെന്ന് മുകളിൽ നിന്ന് ആരോ ജിയോനിമോ എന്ന് വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് വീഴുന്ന പോലെ കേൾക്കുക. അപ്പോൾ മേൽക്കൂരയിൽ നിന്ന് ഒരു വിള്ളൽ വീഴാണ് ആ സമയത്ത് തന്നെ. അപ്പോൾ അതിലൂടെ നമ്മുടെ ഫ്ലൈയിങ് സ്കുരൻ്റ് പോലെ നമ്മുടെ ഡോൺപ പറന്നിറങ്ങുക. ഓ, ഇവനോ എന്നും പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് തടാ, നിങ്ങളുടെ രക്ഷകൻ എത്തിയിരിക്കുന്നു എന്നും പറഞ്ഞ് ടോൾപ തലകുത്തി നിന്നുകൊണ്ട് പറയാൻ. അപ്പോൾ ഈ 5ാമത്തെ ആൾ വന്നതോടുകൂടി ആ വാച്ചിൻ്റെ എത്തി 5ാമത്തെ ആൾ റൂമിലായല്ലോ. അപ്പോൾ കറക്റ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് ആ വാതിൽ തുറക്കുക. അപ്പോൾ ഈ 5th ആൾ വന്നാൽ മാത്രമേ വാതിൽ തുറക്കുന്ന പോലെ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ XO എന്ന് എഴുതിയിട്ടുള്ള ഒരു വാതിൽ കാണിക്കുകയാണ് അതിനുശേഷം. അപ്പോൾ ഈ വാതിൽ തുറക്കാൻ നിങ്ങളുടെ വോട്ട് വേണം, എല്ലാവരും വോട്ട് ചെയ്യൂ എന്ന് നമ്മുടെ വാർഡൻ മൈക്കിലൂടെ പറയാം. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ വാച്ചിൽ അമർത്തിയിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും X അമർത്തിയപ്പോൾ നമ്മുടെ ടോൺപ് മാത്രം O അമർത്തുകയാണ്. ഞാൻ അബദ്ധത്തിൽ അമർത്തിയതാണ് എന്ന് നമ്മുടെ ടോൺപ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ലിയോറിയോ, നീ എങ്ങനെയാണ് അബദ്ധത്തിൽ അമർത്തുക, നമ്മളെല്ലാവരും X അമർത്താനല്ലേ ഇരുന്ന്, വേണമെന്ന് വെച്ച് മാത്രം തന്നെയല്ലേ നീ ഇങ്ങനെ അമർത്തിയെന്ന്, ഞാൻ നിന്നെ കൊല്ലും ഇപ്പോൾ നോക്കിയൊന്നും പറഞ്ഞ് നമ്മുടെ ലിയോറിയോ വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഴപ്പമില്ല ലിയോറിയോ, നമ്മൾ 4 പേരും ഒരേപോലെ തന്നെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് അവനെ വലിയ കാര്യമാക്കേണ്ടെന്നും പറഞ്ഞ് മറ്റുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും ലിയോറിയോ വിടുന്നില്ല. ലിയോറിയോ പിന്നെയും തർക്കിക്കാൻ നോക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ടോൺപാട മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ എന്ത് തന്നെയായാലും ഇവരെ ജയിപ്പിക്കാൻ വിടാൻ പാടില്ല. ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല,
മറ്റുള്ളവരെ ജയിപ്പിക്കരുത് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നമ്മുടെ ടോൺപ നിൽക്കുന്നത്. അങ്ങനെ ആ മുറി തുറക്കുക. അങ്ങനെ അടുത്ത മുറിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏത് വഴിയെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ എന്ന് പറഞ്ഞ് പിന്നെയും ഒരു വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം കാണിക്കുക. അപ്പോൾ ഇവരെല്ലാവരും പിന്നെയും വാച്ചിൽ വോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും വീണ്ടും വോട്ട് ചെയ്യാണ്. ലാസ്റ്റ് റിസൾട്ട് വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഇടതുവശത്തേക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേരും നമ്മുടെ ലിയോറി മാത്രമാണ് വലതുവശം ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവർ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ വലതുവശം ചൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ലിയോറി ടെൻഷൻ ആവുക. നിങ്ങളെന്താ എല്ലാവരും ഇടതുവശം ചൂസ് ചെയ്തേ, നമ്മൾ വലതുവശത്തല്ലേ ചൂസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ശാന്തമായിരിക്കും ലിയോറിയോ. പ്രശ്നങ്ങളുള്ളപ്പോൾ മിക്കവാറും എല്ലാവരും ഇടതുവശത്തായിരിക്കും ചൂസ് ചെയ്യാൻ പോവുക. അങ്ങനെ ഒരു ഗവേഷണം തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ലിയോറിയോട് ഇവർ പറയാം. അപ്പം നിന്റെ ഗവേഷണമൊക്കെ കുപ്പിനുള്ള നമ്മളെല്ലാവരും വലതുവശത്തേക്ക് തന്നെ പോകാൻ തീരുമാനിച്ച് നീ എന്തും മണ്ടത്തരോ പറയുന്നതെന്നും പറഞ്ഞ് പിന്നെയും ലിയോറിയോ അവിടെ ഇരുന്ന് അലറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഇടതുവശം ചൂസ് ചെയ്തുകൊണ്ട് അവർ ആ ഇടതുവശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കുറേ നേരം അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. പിന്നെ കുറച്ചുകൂടെ കൂടെ പോകുമ്പോഴാണ് അവർ വലിയൊരു കുഴി കാണുന്നത്. ഈ കുഴിയുടെ നടുവിൽ ഒരു ചെറിയ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും അവർ കാണുന്നില്ല. അപ്പോൾ ഇത് കണ്ട് ഇവർ ഇതെന്താണ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, അവർ പരസ്പരം സംസാരിക്കുകയാണ് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആ സമയത്താണ് അവർക്കെതിരെ മറ്റൊരു സംഘം വരുന്നത് കാണിക്കുന്നത്. അവർ ഫുള്ള് തടവുകാരായിരുന്നു, ഫുള്ള് ക്രിമിനൽസും വില്ലൻസും ഈ ജയിലിൽ അടച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ വില്ലൻ അഴിച്ചു തരുമെന്ന് ഈ തടവുകാർ ഈ വാർഡനോട് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ കയ്യിലുള്ള 10-15 കിലോ ഭാരം വരും ആ വിലന്നും, കയ്യിലുള്ള 10-15 കിലോ ഭാരം വരുന്ന ആ വിലന്നുള്ളത് ഈ വാർഡൻ അയച്ചു കൊടുക്കുക. ഇത് വീഴുമ്പോൾ തന്നെ നല്ല വെയിറ്റുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരുത്തൻ ഓടിയിരിക്കുന്ന പുതപ്പ് കഴിച്ചിട്ട് വരുമ്പോൾ അവന് കാണുമ്പോൾ വളരെ ശക്തനായിട്ടുള്ള ഒരാളെ പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് അയാൾ എൻ്റെ കളി ആരംഭിക്കട്ടെ മക്കളെ എന്ന് പറയുന്നുണ്ട്. ലിയോറിയോയ്ക്ക് അതൊക്കെ കണ്ടതോടുകൂടി ശ്വാസം മുട്ടാൻ തുടങ്ങുകയാണ്. ആരാണ് എന്നയാൾ അത്ഭുതത്തോടെ ചോദിക്കുക. ജയിലർ സംസാരിക്കാൻ തുടങ്ങുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഈ കളിയെക്കുറിച്ച് പറയാം. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പെൻഡറ്റ് എന്ന തടവുകാരനാണ്. ആ സൈസുള്ള മനുഷ്യൻ പെൻഡറ്റാണ്. അപ്പോൾ അയാൾ നിരവധി കൊലപാതകങ്ങളും മോഷണങ്ങളും നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കുറ്റവാളികളുമായിട്ടാണ് മത്സരിപ്പ് നടത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് നിങ്ങൾ പോരാടി ജയിക്കണം എന്ന് നമ്മുടെ ജയിലർ സംസാരിക്കുക. ഇതെല്ലാം ജയിലർ മൈക്കിലൂടെയാണ് പറയുന്നത്. അപ്പോൾ പെൻഡറ്റ് പറയാണ്, നിങ്ങൾ എന്നോട് 3 മത്സരത്തിൽ പോരാടി ജയിക്കണം, ഭൂരിപക്ഷം ജയിക്കുന്നവരാണ് വിജയികൾ. ജയിലർ അതിൻ്റെ ഇടയ്ക്ക് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും പോരാടിയ ശേഷം ആരെങ്കിലും ജീവനോട് ഉണ്ടെങ്കിൽ അവർ ഇവിടെ നിന്നും പുറത്തു പോവുക, അവർ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാമെന്ന് ജയിലർ നൈസായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഈ നമ്മുടെ ടീമിനുള്ള ഒരുത്തം പറയുന്നുണ്ട്, എനിക്കറിയാം ഇതെല്ലാം ഇവരുടെ ഒരു ട്രിക്കാണ്. കാരണം 72 മണിക്കൂറിനുള്ളിൽ താഴെ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയും സമയം കളയാൻ പറ്റുന്നുണ്ടോ അത്രയും സമയം കളയാൻ നോക്കുകയാണ് ഇവരെന്ന് നമ്മുടെ ഹീറോവിൻ്റെ കൂട്ടത്തിലുള്ള ഒരുത്തം പറയാം. എന്നിട്ട് ഇവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുകയാണ്. നീ പോകുന്നു ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് അവരുടെ ഇടയിൽ തന്നെ നമ്മൾ ബോളും കിരുവയും ലിയോറയും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടോൾപ്പ ഹീറോ ആവാൻ നോക്കുകയാണ്. ഞാൻ ആദ്യം പോവാം, ഞാൻ പോയി സെറ്റാക്കിയിട്ട് വരാമെന്ന് നമ്മുടെ ടോൾപ്പ ആദ്യം പോകാൻ തീരുമാനിക്കുകയാണ്. നീ സത്യമായും പറയുന്നോ, എന്തിനാണ് നീ പോകുന്നതെന്ന് നമ്മുടെ ലിയോറി ചോദിക്കുകയാണ്. അവരിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. അപ്പോൾ ഇല്ല, ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മുടെ ടോൾപ്പ പറയുക. എന്നിട്ട് എന്നെ വെറുക്കരുത്, നിങ്ങൾ 2 മത്സരം ജയിച്ചാലും ഒരു സമനില വേണമല്ലോ, അപ്പോൾ ആ സമനിലയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നതെന്ന് എന്നെ വിശ്വസിക്കുമെന്നും നമ്മുടെ ടോൾപ്പ പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ടോടൻ നമ്മുടെ ലിയോറിക്ക് മനസ്സറിയാണ്, നീ ഇത്രയും നല്ലവനാണോ എന്ന് നമ്മുടെ ലിയോറി ചോദിക്കുക. അങ്ങനെ ടോൾപ്പയുടെയും പെൻഡറ്റിൻ്റെയും ഇടയിൽ ഒരു പാലം പോലെ വരുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നടന്നു നീങ്ങുകയാണ്. എന്നിട്ട് ലിയോറിയോ വളരെ ആശ്ചര്യത്തോടെ പറയുന്നുണ്ട്, അവൻ എങ്ങനെയാണ് ഇത്ര ധൈര്യത്തോടെ പോരാടാൻ വേണ്ടി പോയത്, ഞാൻ അവൻ ഇത്രയും ധൈര്യശാലിയാണെന്ന് ചിന്തിച്ചു പോലുമില്ല എന്ന് നമ്മുടെ ലിയോറിയോ നൈസായിട്ട് പറയാം. എന്നിട്ട് പെൻഡറ്റ് ചോദിക്കുകയാണ്, അപ്പോൾ നമ്മുടെ കംബാക്ക് സ്റ്റൈൽ യൂസ് ചെയ്താലോ എന്ന്. അപ്പോൾ നിന്റെ കംബാക്ക് സ്റ്റൈൽ എന്താണെന്നും പെൻഡറ്റ ടോൺപ്പയോട് ചോദിക്കുക. ടോൺപ്പയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു എന്ന് നമ്മുടെ ടോൺപ്പ പറയാം. അപ്പോൾ പെൻഡറ്റിൻ്റെ സ്റ്റൈൽ പറയാൻ പോവാണ്. എൻ്റെ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ ചാകുന്നത് വരെ പോരാടുക എന്നതാണ്. അപ്പോൾ ഇത് കേട്ടതും എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. കാരണം ചാകുന്നത് വരെ പോരാടിയാൽ നല്ല ടൈം 72 മണിക്കൂറൊന്നും പറ്റില്ല. അപ്പോൾ പെൻഡറ്റ് പറയുന്നത് ശരി, എന്നാൽ നിന്റെ കളിക്ക് തന്നെ ഞാൻ സമ്മതിക്കാം. അപ്പോൾ ടോൾപ്പ പോരാട്ടത്തിനായി തൻ്റെ ശരീരം തയ്യാറാക്കുകയാണ്. അവൻ്റെ ശരീരം ഒരു നല്ല തീയൊക്കെ വരുന്ന പോലെ ശരീരം തയ്യാറാക്കുകയാണ്. കാരണം അവരും കുറച്ച് മാർഷ്യൽ ആർട്സ് ഒക്കെ അറിയാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാർഷ്യൽ ആർട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ ഈ പെൻഡറ്റ് പറയുന്നുണ്ട്, ഓ നിനക്ക് മാർഷ്യൽ ആർട്സ് ഒക്കെ അറിയാനേ, അപ്പോൾ നിന്നെ ഇപ്പോൾ ഒറ്റയടിക്ക് തള്ളിയിടാമെന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ടോൾപ്പ കാഴ്ചോട്ട് വീഴുക, മാപ്പിയോ തീയ, ഞാൻ പോയിട്ടു, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എന്നെ കാര്യം വീഴുന്നു. എന്നിട്ട് എന്നെ പ്ലീസ് ഒന്ന് വിടാവോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, എനിക്ക് മാർഷ്യൽ ആർട്സ് ഒന്നും അറിയില്ല, നിങ്ങൾ ജയിച്ചു, ഞാൻ തോറ്റു എന്ന് പറയാം. നമ്മുടെ ക്രിമിനലായ പെൻഡറ്റിനെ തന്നെ
സങ്കടം തോന്നി. ശരി, ഞാൻ ജയിച്ചു എന്നല്ലേ പറഞ്ഞു, നിന്നെ ഒന്നും ചെയ്യില്ല, നീ ഇവിടെ പെട്ടെന്ന് ഓടിക്കൂടാതും പറഞ്ഞ് ആറ്റുവരികയാണ് നമ്മുടെ പെൻഡറ്റ്. അപ്പോൾ ഇത് കണ്ട് 4 പേർക്കും വളരെ ദേഷ്യം വരും. നമ്മുടെ ഗോളിൻ്റെ ടീമിൻ്റെ 4 പേർക്കും വൈദ്യക്കാരൻ പോയി പൊരുതുവെന്ന് എഴുതിയപ്പോൾ ഇവൻ ഇങ്ങനെ വിട്ടുകൊടുത്തിട്ട് വന്നല്ലോരും പറഞ്ഞ് ഇവർക്ക് ഫുൾ എരിച്ചിലായിട്ടിരിക്കുകയാണ്. എന്നിട്ട് ടോൾപ്പ അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ലിയോറിയോ അവൻ്റെ ഷർട്ടും പിടിച്ച് ചോദിക്കുകയാണ്, നിനക്കെന്താടാ പ്രാന്താണ്? അപ്പം നമ്മുടെ ടോൾപ്പ പറയാണ്, എന്നെ മാപ്പാക്കണം, അവൻ ഇത്ര ശക്തനായിരിക്കുമെന്ന് എനിക്കറിയില്ലെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ലിയോറിയോ ദേഷ്യത്തോടെ പറയാ, ഒരു സീരിയസ്നെസ് ഇല്ലാത്ത കളിക്കാതെ ഇവ ഞങ്ങളുടെ ജീവിതമാണെന്ന് നമ്മുടെ ലിയോറിയോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോൾപ്പയുടെ സ്വഭാവം നിന്ന് പെട്ടെന്ന് മാറുക, മുഖമൊക്കെ മാറുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഫസ്റ്റ് ഇയേഴ്സിനെ തകർക്കുന്നതാണ് എൻ്റെ ജോലി, എനിക്ക് 100 പരീക്ഷയിൽ പാസ്സാകണമെന്നൊന്നുമില്ല. എനിക്ക് എൻ്റെ ഒരേ ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ സ്വപ്നം തകർക്കണം. ആ സ്വപ്നം തകർന്നതിൻ്റെ ശബ്ദത്തോടൊപ്പം അവരെ ഒരു വഴിക്ക് അയക്കണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം എന്ന് നമ്മുടെ ടോൺപ പറയുക. ഒരു സൈക്കോപാത്ത് പോലെയുണ്ട് നമ്മുടെ ടോൺപ. എന്നിട്ട് ടോൺപ പിന്നെയും പറയുന്നുണ്ട്, നിങ്ങൾ ജയിക്കുന്നോ ഇല്ലയോ, നിങ്ങളെ തോൽപ്പിക്കാൻ ഞാൻ എന്നും കൂടെ ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. നിന്നെ ഞാൻ വെറുതെ വിറ്റിച്ചിടാൻ ലിയോറിയോ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് മറ്റുള്ളവർ ലിയോറിയോട് പറയാ, വേണ്ട വിട്ടേക്ക് ലിയോറിയോ, അവർ ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾക്കുള്ളിൽ തന്നെ സംഘർഷം ഉണ്ടാക്കിയാൽ സമയം വേഗം തീരും, നമ്മളും ഇവിടെ തോറ്റുപോകും. അവർ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്തായി നമ്മൾ പോരാടാൻ പോകണമെന്നും മറ്റുള്ളവരെ ലിയോറിയോ പിടിച്ചു മാറ്റുക. എന്നിട്ട് കിലു പറയുന്നുണ്ട്, എനിക്കറിയാം നീ വിട്ടുകൊടുത്തത് നല്ലതായി പോയി, കാരണം അവൻ നീ ചാകുന്നവരെ അടിച്ചുമെന്ന് പറഞ്ഞല്ലോ. നീ ചാകുന്നവരെ അടിക്കുമ്പോൾ നീ പിന്നെ വിട്ടു തരുന്നു എന്ന് പറയാൻ പോലും നിന്റെ തൊണ്ട ഉണ്ടാവില്ല, കാരണം അത്രയും നിന്റെ തൊണ്ടയിൽ ചവിട്ടി മരിച്ചിട്ടുണ്ടാവും അവൻ. നീ സംസാരിക്കാൻ പോലും അവസരം ഉണ്ടാക്കില്ല, സമയം ഏറെ പോയിട്ടും ഉണ്ടാവും. അപ്പോൾ നീ വിട്ടുകൊടുത്ത് ഒരു വിധത്തിൽ നല്ലതായി പോയിന്ന് നമ്മുടെ കിജുവ പറയുന്നുണ്ട്. അതേസമയം തന്നെ വേറൊരുത്തിൻ്റെ വിലങ്ങ് കയ്യിൽ നിന്ന് അഴിഞ്ഞു പോയത് അവൻ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ശരി, മറ്റൊരുത്തരും കൂടി വന്നു. അപ്പം നമ്മുടെ ആരാണ് അടുത്തായി പോകാൻ പോകുന്നതെന്ന് അവർക്കിടയിൽ തന്നെ ഒരു സംസാരിക്കുകയാണ്. ഗോണിൻ്റെ ടീം തന്നെ സംസാരിക്കുക. അപ്പോൾ ഗോൺ കൈ ഉയർത്തി, ഞാൻ വേണേന് അവനോട് പോയി പോരാടാമെന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോടെ പോവുക. ശ്രദ്ധിച്ച് ഫൈറ്റ് ചെയ്യണേ, വിട്ടുകൊടുത്തരുത് എന്ന് ലിയോറിയോ ഗോണിനോട് അയക്കുമ്പോൾ പറയുന്നുണ്ട്. ശരി, ഞാനും ശ്രദ്ധിച്ചു പോവാമെന്ന് ഗോണും പറഞ്ഞു പോവാ. എനിക്കറിയാം അവൻ അത്ര ശക്തനായിരിക്കില്ലെന്ന് തോന്നുന്നു, കാരണം വരുന്നവൻ ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരത്തിൽ ഒരുത്തനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോളും ഒരു കുട്ടിപ്പയം പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അവൻ അത്ര ശക്തനായിരിക്കില്ലെന്ന് പറയാണ് ഈ ഗോളിൻ്റെ ടീം. എന്നാൽ അവൻ്റെ മുഖം മൂടി അഴിക്കുമ്പോഴാണ്, ആ വരുന്ന മെലിഞ്ഞുണങ്ങിയവൻ്റെ മുഖം മൂടി അഴിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവനൊരു തീവ്രവാദിയാണെന്ന്. അവൻ കുറേ സ്ഥലത്ത് ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് കുറേ പേര് മരിച്ചിട്ടുണ്ട്. അവൻ്റെ പേര് കഴിഞ്ഞ് സൈക്കോ ഗാണ്ടു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവനും കാണും തമ്മിലാണ് പോരാട്ടം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് തന്നെ എന്തായിരിക്കും ഇവരുടെ ഫൈറ്റ് എന്ന് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയണേ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു.